പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഡിവൈൻ ലവ് ഓഫ് ഗോഡ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, ഒരു മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അവൻ്റെ പ്രത്യാശയാണ്. എന്താണ് പ്രത്യാശ എന്ന് നമുക്ക് ബൈബിളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. പഴയ നിയമ പുസ്തകത്തിൽ ജോസഫിനെ കുറിച്ച് പറയുന്നുണ്ട്. ജോസഫ് പ്രത്യാശയ്ക്ക് വളരെ ഉത്തമ ഉദാഹരണമാണ്. ജോസഫിനെ തൻ്റെ പിതാവ് മറ്റ് സഹോദരങ്ങളെക്കാൾ കൂടുതൽ സ്നേഹിച്ചു എന്ന ഒറ്റ കാരണത്താൽ തന്നെ അവനെ അവൻ്റെ സഹോദരർ വെറുക്കുകയും അവനെ പലവിധ ദ്രോഹങ്ങളിലൂടെ കടത്തിവിടുകയും ചെയ്യുന്നുണ്ട്. ഒരിക്കൽ അവനെ പൊട്ടക്കിണറ്റിൽ ഉന്തിയിട്ടു. അവിടെ നിന്ന് മറ്റൊരു സഹോദരൻ വന്ന് രക്ഷിക്കുകയും, എന്നാൽ ഈ രക്ഷിച്ച ഈ സഹോദരനെ വീണ്ടും അവർ അടിമയായി ഈജിപ്തുകാർക്ക് വിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെ കൊണ്ട് കഥ തീരുന്നില്ല. അടിമയായി കഴിഞ്ഞിരുന്ന ജോസഫ് ഫൊത്തിഫർ എന്ന ഒരു വ്യക്തിയുടെ, ഈജിപ്തിലെ രാജാവിൻ്റെ ഭാര്യ മൂലം വീണ്ടും ജയിലിൽ അകപ്പെടുകയാണ്. പൊട്ടക്കിണറ്റിൽ വീണപ്പോഴും, അടിമയായി വിൽക്കപ്പെട്ടപ്പോഴും, ജയിലിൽ അകപ്പെട്ടപ്പോഴും ജോസഫ് പതറിയില്ല. കാരണം അവനൊരു സ്വപ്നമുണ്ടായിരുന്നു. ഒരിക്കൽ ഈജിപ്തിൻ്റെ രാജാവാകുമെന്ന ആ വലിയൊരു പ്രത്യാശ അവനെ ഒന്നും തളർത്തിയില്ല. സ്നേഹമുള്ളവരെ, ഇതാണ് പ്രത്യാശ. നമുക്ക് പ്രത്യാശയുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന ഒന്നും തന്നെ നമ്മളെ തളർത്തുകയില്ല. അപ്പോൾ നമുക്കും ജീവിക്കാനായി അത്യാവശ്യം വേണ്ട ഒരു സംഗതിയാണ് പ്രത്യാശ എന്നത്. ഈ ജോസഫിൻ്റെ ഈ കഥയിലൂടെ എൻ്റെ ജീവിതത്തിലെ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഭാഗമാണ് ജോസഫ് എന്ന കഥാപാത്രം. കാരണം ഏത് തളർച്ചയിലും വളർച്ചയായി നമ്മുടെ കൂടെ നിൽക്കുന്നതാണ് നമ്മുടെ തന്നെ പ്രത്യാശ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട എൽസി ജോസഫ്. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഡിവൈൻ ലവ് ഓഫ് ഗോഡ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, ഒരു മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അവൻ്റെ പ്രത്യാശയാണ്. എന്താണ് പ്രത്യാശ എന്ന് നമുക്ക് ബൈബിളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. പഴയ നിയമ പുസ്തകത്തിൽ ജോസഫിനെ കുറിച്ച് പറയുന്നുണ്ട്. ജോസഫ് പ്രത്യാശയ്ക്ക് വളരെ ഉത്തമ ഉദാഹരണമാണ്. ജോസഫിനെ തൻ്റെ പിതാവ് മറ്റ് സഹോദരങ്ങളെക്കാൾ കൂടുതൽ സ്നേഹിച്ചു എന്ന ഒറ്റ കാരണത്താൽ തന്നെ അവനെ അവൻ്റെ സഹോദരർ വെറുക്കുകയും അവനെ പലവിധ ദ്രോഹങ്ങളിലൂടെ കടത്തിവിടുകയും ചെയ്യുന്നുണ്ട്. ഒരിക്കൽ അവനെ പൊട്ടക്കിണറ്റിൽ ഉന്തിയിട്ടു. അവിടെ നിന്ന്